ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുട്ടേട്ടന് വിജയരാഘവൻ സാറിന് എന്തായാലും ഒരു അവാർഡ് കിട്ടണം എന്നുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കും. അത് വിജയരാഘവൻ സാറ് സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ച ആ ദിവസം തൊട്ട് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുള്ളതാണ്. അത്രയും വലിയൊരു ആക്ടറാണ്. 53 വർഷമായി എന്നാണ് എൻ്റെ എനിക്ക് ശരിയാണെങ്കിൽ. അപ്പോൾ അത്രയും വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് പുള്ളി. ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിൽ എപ്പോഴും നമുക്ക് അങ്ങനത്തെ ഐഡിയാസ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഐഡിയ കിട്ടുന്നു, അതിനകത്ത് അദ്ദേഹത്തിനെ പോലത്തെ ഒരു ആക്ടറിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നു. അത് തന്നെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ മിഥുൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഏറ്റവും ആദ്യത്തെ വർക്കൗട്ട് ഒരുമിച്ച് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അടുത്ത സിനിമ നീ ആയിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മളൊരു വിശ്വാസത്തിന്റെ പേരിലും സ്നേഹത്തിന്റെ പേരിലും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലും ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ നാഷണലി റെക്കഗ്നൈസ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കത് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ടും വലിയൊരു ഫീലിംഗ് ആണ്. ഇല്ലില്ല, എനിക്കിപ്പം ഞാൻ വളരെ സിനിമ ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ ഞാൻ വളരെ എൻ്റെ കരിയറിനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ 2 സിനിമ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സിനിമയിൽ 2 നാഷണൽ അവാർഡ് കിട്ടുക, ഐ തിങ്ക് 3 സ്റ്റേറ്റ് അവാർഡും ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ അതൊക്കെ ഐ തിങ്ക് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരിക്കലും അത് ഡിലേഡ് ആയി എന്നോ ഒന്നും തോന്നുന്നില്ല. എനിക്കത് എന്താ പറയുക, കിട്ടിയത് തന്നെ വലിയൊരു കാര്യമല്ലേ. അതങ്ങനെ എത്രയോ പേർക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അത് ചെയ്ത് ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു.